മുഖ്യ സന്ദേശം നൽകാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ദ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണം ലഭിക്കുകയും വേഗവരിയുടെയും ഓർമ്മശക്തിയുടെയും ലോകത്ത് വിസ്മയനായ മലയാളിയും 200 ലക്ഷത്തിലേറെ പ്രേക്ഷകരെ ഇൻസ്റ്റാഗ്രാമിൽ ലഭിച്ച ആദ്യ മലയാളി എന്ന സോഷ്യൽ മീഡിയ റെക്കോർഡ് നേട്ടത്തിനുടമയും ഇരു കൈകളും ഉപയോഗിച്ച് വെറും 10 മിനിറ്റിനുള്ളിൽ 100 വിഖ്യാത വ്യക്തികളുടെ രേഖാചിത്രം വരച്ച് വേഗവരയിൽ ലോക റെക്കോർഡ് നേട്ടത്തിനുടമയും ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരനും കാർട്ടൂൺ ലോകത്തിലെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്ന ഡോക്ടർ ജിതേഷ് ജിയാണ്. സാറിനെ ഏറെ സന്തോഷത്തോടെ മുഖ്യ സന്ദേശം നൽകാൻ വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനായ പോളികാർപ്പോസ് തിരുമേനി, അതുപോലെ അഭിവന്ദ്യ ഉദ്ഘാടനം നിർവഹിച്ച അഭിവന്ദ്യ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമേനി, ബഹുമാനായ മാത്യൂസ് അച്ഛൻ, അതുപോലെ വർഗീസ് ജോർജ് അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഭാ സെക്രട്ടറി ശ്രീ ബിജു ഉമ്മൻ, അതുപോലെ നിധിൻ അച്ഛൻ, ഫാദർ തണ്ണിക്കൂട് അച്ഛൻ, അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 30 വർഷമായി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീ അലക്സ് മണപ്പുറം. ലഹരിക്കെതിരെ എന്താണ് നിങ്ങളുടെ സന്ദേശമെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ ഓർമ്മശക്തി തന്നെയാണ് ലഹരിക്കെതിരെയുള്ള എൻ്റെ സന്ദേശമെന്ന്. ഞാൻ ആദ്യമായി പോളികാർപ്പോസ് തിരുമേനി എന്നാണ് കണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 2012 OCYMൻ്റെ ഇൻ്റർനാഷണൽ കൺവെൻഷനിൽ ഞാൻ വരേറങ്ങ് അവതരിപ്പിക്കാൻ എത്തുമ്പോൾ പന്തളത്ത് എമിനൻസ് സ്കൂളിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ആലുവയിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തോട് ഞാൻ ഇന്നും ചോദിച്ച ചോദ്യവും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂണിസ്റ്റ് ആരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ നാട്ടുകാരനായ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ എന്നാണ് അങ്ങ് ഉത്തരം പറഞ്ഞത്. അങ്ങ് ഓർമ്മയുണ്ടോ? 13 വർഷം മുമ്പ് അദ്ദേഹം അങ്ങയോട് ചോദിച്ച ആ ചോദ്യം പോലും എൻ്റെ മനസ്സിലുണ്ട്. ശരിയല്ലേ? യേശുദാസൻ എന്നാണ് അങ്ങ്. പിന്നെ രണ്ടാമതായി കണ്ടത് 2018 19 കുട്ടിക്കാനത്ത് ഗൾഫ് OCYM എന്ന് പറഞ്ഞൊരു ക്യാമ്പിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത്. ഈ 2 തവണയും അദ്ദേഹത്തെ എനിക്ക് വേഗവരകളിലൂടെ വരയ്ക്കാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം പറഞ്ഞുകൊണ്ടാണ് അന്ന് ഞാൻ വരച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ജനിച്ചത് 1955 ചേരിചാര പ്രസ്ഥാനം രൂപീകരിച്ച 1955 അദ്ദേഹം ജനിച്ചത്. കമൽഹാസനും അദ്ദേഹവും ഒരേ പ്രായമാണ്. നടൻ കമൽഹാസനും 1955 ജനിച്ചതാണ്. മാർച്ച് 30 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. മാർച്ച് 30 അല്ലേ? ആണ്. മാർച്ച് 30 OV വിജയനും EV കൃഷ്ണപിള്ളയും വലിയ സാഹിത്യകാരന്മാരാണ്. OV വിജയനും EV കൃഷ്ണപിള്ളയും ഓർമ്മയായ ദിവസമാണ് മാർച്ച് 30 എന്ന് പറയുന്നത്. മാർച്ച് 30 നമ്മുടെ ചെങ്ങന്നൂർ MLA ആയിരുന്ന PC വിഷ്ണുനാഥിൻ്റെ ജന്മദിനം കൂടിയാണ്. 1978 മാർച്ച് 30 PC വിഷ്ണുനാഥ് കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ തിരുമേനിയുടെ ജന്മദിനം തന്നെയാണ് PC വിഷ്ണുനാഥ് AICC സെക്രട്ടറി ആയിട്ടുള്ള PC വിഷ്ണുനാഥിൻ്റെയും ജന്മദിനം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യദിനത്തിൽ ജനിച്ച തിരുമേനിയാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഓഗസ്റ്റ് 15 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ശരിയല്ലേ തിരുമേനി? ഓഗസ്റ്റ് 15 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അദ്ദേഹം ജനിച്ചത് 1949 1949 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 1949 നവംബർ 26 നിയമദിനമായി നമ്മൾ വക്കീലന്മാർ ആചരിക്കുന്നത്. നിയമദിനം, ദേശീയ നിയമദിനമായിട്ട്. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എന്നതിനപ്പുറത്തേക്ക് സൗത്ത് കൊറിയയുടെ സ്വാതന്ത്ര്യദിനമാണ്, കോങ്കോയുടെ സ്വാതന്ത്ര്യദിനമാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള ഓഗസ്റ്റ് 15 ജനിച്ചത്. എനിക്ക് ഈ സഭയിലെ സെറാഫീൻ തിരുമേനി എന്നാ ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കഴിഞ്ഞ ദിവസം തിരുമേനി എന്നോട് ചോദിച്ചു, ഞാൻ ജനിച്ചത് സെറാഫീൻ തിരുമേനിയെ കണ്ടപ്പോൾ തുമ്പവൻ ഭദ്രാസനത്തിൻ്റെ തിരുമേനി സെറാഫീൻ തിരുമേനിയാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ ജനിച്ചത് 1969 തിരുമേനിമാർക്കിടയിലെ ഏറ്റവും ചെറുപ്പക്കാരനാണ് ഞാൻ. 1969 10 പ്രത്യേകത പറയാമോ? 10 സെക്കൻഡ് പോലും ഞാൻ തരില്ല, അതിനകം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1969 സെറാഫീൻ തിരുമേനി ജനിച്ചത്. 1969 ജൂലൈ 21 മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. 1969 ആദ്യമായി ഒരു ഇന്ത്യൻ പ്രസിഡൻറ്റ്
ആ രാഷ്ട്രപതി സ്ഥാനത്തിരുന്നു കൊണ്ട് അന്തരിക്കുന്നത്. ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിക്കുന്നത് 1969 മെയ് മാസം 3-ാം തീയതിയാണ്. 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നു. 1969 നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വി ഗിരി, കേരളത്തിൻ്റെ മുൻ ഗവർണറായിരുന്ന വി ഗിരി ആദ്യമായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. 1969 വി ഗിരിക്കെതിരെ മത്സരിച്ചത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. 1969 ഇന്ദിരാഗാന്ധിക്കെതിരെ കോൺഗ്രസിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ട് ഇന്ദിരാ കോൺഗ്രസും സംഘടനാ കോൺഗ്രസുമായി രണ്ടായി പിളർന്നത്. 1969 CPIയുടെ നേതാവായ C. അച്യുതമേനോൻ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് 1969. 1969 എക്കണോമിക്സിന് ആദ്യമായി നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. സാധാരണഗതിയിൽ എക്കണോമിക്സിന് നോബൽ സമ്മാനമില്ലായിരുന്നു. 1901 എക്കണോമിക്സിന് നോബൽ സമ്മാനം 1901 നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ അത് സമാധാനത്തിനും സാഹിത്യത്തിനും മെഡിസിനും ഫിസിക്സിനും കെമിസ്ട്രിക്കുമായിരുന്നു. 1969 എക്കണോമിക്സിന് ജാൻ ടിംബർജൻ എന്ന എക്കണോമിക്സിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത് 1969. അങ്ങനെ ഞാൻ പറഞ്ഞു 10-നും അപ്പുറത്തേക്ക് എനിക്ക് പറയാനൊക്കും. വിശ്വനാഥാനന്ദ എന്ന ചെസ് ഇതിഹാസം ജനിച്ചത് 1969 ഡിസംബർ മാസം 11-ാം തീയതിയാണ്. 1969 ഫോമുല 1 കാറോട്ട വിദഗ്ധനായിട്ടുള്ള മൈക്കിൾ ഷൂമാക്കർ ജനിച്ചത് ജനുവരി 3-ാം തീയതി. ഞാൻ പറഞ്ഞു 10-ന് 100 ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കും, വലിയ തിരുമേനിയായ ഓർത്തഡോക്സ് സഭയുടെ വലിയ തിരുമേനി എന്നോട് ചോദിക്കും, ജിതേഷി ഞങ്ങളുടെ അച്ഛന്മാരോട് ചോദിച്ചാൽ പോലും എൻ്റെ ജന്മദിനം പലപ്പോഴും പറയില്ല. ഞാൻ ജനിച്ചതും എൻ്റെ ജന്മദിനവും വർഷവും ഒക്കെ താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയാം എനിക്കറിയാം, യാതൊരു സംശയവും വേണ്ട. 1936 ക്ലിമീസ് സിനിമേനി ജനിച്ചത്. 1936 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന അതേ വർഷമാണ് ക്ലിമീസ് സിനിമേനി ജനിച്ചത്. ജന്മദിനം എന്ന് പറയുന്നത് ജൂലൈ മാസം 20 ജൂലൈ കാർഗിൽ ദിനം അല്ലേ? ജൂലൈയിലെ കാർഗിൽ ദിനത്തിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സ് ആചരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പിന്നെ തിരുമേനിമാരുടെ മാത്രമല്ല ഏതാണ്ട് ഒരു 1,00,000-ലേറെ സെലിബ്രിറ്റികളുടെ, ഇപ്പോൾ മമ്മൂട്ടി എന്നാ ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1951 സെപ്റ്റംബർ മാസം 7. മോഹൻലാൽ എന്നാ ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1960 മെയ് മാസം 21-ാം തീയതി പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും മകനായി ഇടവ മാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച താരമാണ് മോഹൻലാൽ. തുടരും സിനിമ കണ്ടവരോട് പലരും എന്നോട് ചോദിച്ചു ശോഭനയുടെ ജന്മദിനം പറയാമോ? അപ്പോൾ ഞാൻ പറയും ശോഭന ജനിച്ചത് മാർച്ച് മാസം 21 വനദിനമാണ് മാർച്ച് 21. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഓർമ്മദിനമുണ്ട്. അതേതാണ്? പരിമല തിരുമേനിയുടെ ഓർമ്മദിനം എന്നാണ്? നവംബർ മാസം 2. നവംബർ 2 പരിമല തിരുമേനിയുടെ ഓർമ്മദിനമാണ്. പരിമല തിരുമേനി ജനിച്ചതെന്നാന്ന് ചോദിച്ചാൽ 1902 1902 ജൂൺ മാസം 15-ാം തീയതിയാണ് പരിമല തിരുമേനി ജനിച്ചത്. ജൂലൈ 15-ന് ജനിച്ച ആളാണ് നമ്മുടെ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. 1965 ജൂലൈ 15 അല്ലേ? 1965 ജൂലൈ 15-നാണ് ജനിച്ചത്. ജൂലൈ 15 എന്ന് പറഞ്ഞാൽ MT വാസുദേവൻ നായരുടെ ജന്മദിനം കൂടിയാണ്. NB വാസുദേവൻ നായർ ജനിച്ചത് 1933 ജൂലൈ 15-ഉം ശ്രീ ബിജു ഉമ്മൻ ജനിച്ചത് 1965 ജൂലൈ 15 എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ അദ്ദേഹം ജനിച്ച 1965 വളരെ പ്രത്യേകതയുണ്ട്. താങ്കൾ ജനിച്ച 1965 കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയേ ഇല്ല. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് നിയമസഭയെ ചേർന്നില്ല. അന്ന് MLA ആയവർക്ക് ആർക്കും MLA എന്ന് പേരിൻ്റെ കൂടെ വെക്കാനൊക്കത്തില്ല. കാര്യം ആരും സത്യപ്രതിജ്ഞ ചെയ്തില്ല. അപ്പോൾ എനിക്ക് വേണ്ട ഒരു 500-ലേറെ വർഷങ്ങളും 366 ദിവസങ്ങളും ഇങ്ങനെ പറയാൻ, ലക്ഷക്കണക്കിന് പേരുകൾ ഇങ്ങനെ ഓർക്കാനുള്ള ഒരു ഓർമ്മശക്തിയുണ്ട്. ആ ഓർമ്മശക്തി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരിക്കൽ പോലും മയക്കുമരുന്നോ ബ്രെയിൻ്റെ പ്രവർത്തനത്തെ ദോഷമായി ഭവിക്കുന്ന പുകവലിയോ ഞാൻ ചെയ്യാറില്ല. പിന്നെ ഓർമ്മശക്തി അല്പമെങ്കിലും കൂടുമെങ്കിൽ ഒരു സാധനത്തിന് മാത്രമേ ഒക്കത്തുള്ളൂ. മദ്യമെന്നതിനെ വിശേഷിപ്പിക്കാനൊക്കത്തില്ല. തിരുമേനിമാരും ക്രിസ്തു സൃഷ്ടിച്ച ഒരു സാധനം വൈൻ, അതിന് മാത്രം ഓർമ്മശക്തി ഒരല്പം ഉദ്ദീപിപ്പിക്കും. അതിനകത്തൊരു ആൻറ്റി ഓക്സൈഡ്സ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ചെറുതായിട്ടെങ്കിലും കഴിച്ചാൽ വലിയ ബ്രെയിന് കുഴപ്പമില്ല. ബ്രെയിനെ ഉദ്ദീപിപ്പിക്കുന്ന ആൻറ്റി ഓക്സൈഡ്സ് ഉള്ള ഒരേ ഒരു സാധനം വൈൻ മാത്രം, അതും റെഡ് വൈൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, നമ്മുടെ സിനിമകളെല്ലാം തന്നെ ഏത് സിനിമ എടുത്താലും വയലൻസും ഡ്രഗ്സുമാണ്. പിന്നെ ഐറേനിയസ് തിരുമേനി പറഞ്ഞു, മദ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മുടെ ബാറുകളിൽ പോയി നോക്കണം, മദ്യപന്മാരെന്ന് പറഞ്ഞാൽ 50 വയസ്സിന് മേളിലുള്ളവരേ ഉള്ളൂ. 25 വയസ്സിലുള്ള താഴെയുള്ള ഒരുത്തനെ പോലും ഒരു ബാറിലും കാണില്ല. അപ്പം നമ്മുടെ പുതിയ തലമുറ ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാനൊക്കില്ല. അവർ പറയുന്നത് അറിയോ, ഈ മദ്യമൊക്കെ ആർക്ക് വേണം? MDMA, സ്റ്റാമ്പ്, ഇങ്ങനെയൊക്കെയുള്ള സാധനം മതി. ഇപ്പം ഈയിടെ
ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലും ഒരു ടീച്ചറും കൂടെ, ലേഡി ടീച്ചറും കൂടെ എന്നോട് പറയുകയാണ്, എൻ്റെ സാറേ എങ്ങനെയും ഒന്ന് റിട്ടയർ ആയാൽ മതി, ഈ പിള്ളേരുടെ നോട്ടം കാണുമ്പോൾ തന്നെ പേടി വരുന്നു. ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആൺപിള്ളേർ പലരും ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്, ഒരു സ്മെല്ലും അറിയുന്നില്ല, പക്ഷേ അവന്മാർ കിറിഞ്ഞത് തന്നെയാണ്, എന്തോ MDMA അടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീടിനടുത്ത് കീരുപിടി ഒരു കൊച്ചു ഗ്രാമമാണ് തട്ടയിൽ, അവിടുന്ന് 1/2 കിലോ MDMA ഒരു ചെറുപ്പക്കാരനെ പിടികൂടി. ഞാൻ ഞെട്ടിപ്പോയി, ഇവിടെയും MDMA വാങ്ങിക്കാനായിട്ട് ആളോ? പക്ഷേ ഇവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളും നിങ്ങളുമായി ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ അകൽച്ചയുള്ളത് ജാതിമത വ്യത്യാസമല്ല. എന്തുതരം വ്യത്യാസമാണ് കേരളത്തിലുള്ളതെന്നറിയോ? ജാതിയുടെ വ്യത്യാസമല്ല, മതത്തിൻ്റെ വ്യത്യാസമല്ല, ഏറ്റവും വലിയ വ്യത്യാസം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ചവരും ഈ നൂറ്റാണ്ടിൽ ജനിച്ചവരും തമ്മിലാണ് ഏറ്റവും വലിയ വ്യത്യാസം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ചവരെ പറയുന്നത്, ഇപ്പം പിള്ളേർ പറയുന്നത് അതെല്ലാം തന്ത വൈബ്, ഓൾഡ് വൈബ്, അങ്കിൾ വൈബ്, തള്ള വൈബ് എന്ന് പറഞ്ഞാൽ അവരെയൊന്നും ആരും അവരുടെ വാക്കുകളും കേൾക്കുന്നില്ല. ടീനേജേഴ്സിനെയാണ് ഇപ്പം കിട്ടാൻ ഏറ്റവും പ്രയാസം. മാത്രമല്ല മുതിർന്നവരോട് ഒരു ബഹുമാനവും ഇല്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു തലമുറയുടെ മുന്നിലാണ് 50 വയസ്സ് കഴിഞ്ഞവർ നിൽക്കുന്നത്. അവരെയാണ് സത്യത്തിൽ ബോധവൽക്കരിക്കേണ്ടത്. അതായത് ഇപ്പോഴത്തെ 25 അല്ല 30 വയസ്സിൽ താഴെ. ഇവർക്ക് പലപ്പോഴും പത്രം പോലും വായിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ ലോകവും വ്യത്യസ്തമാണ്. നമ്മുടെ കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ ലോകവും വേറെ വ്യത്യസ്തമാണ്. നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും അവർക്കിഷ്ടമല്ല, അവർക്കിഷ്ടമുള്ളതൊന്നും നമുക്കും ഇഷ്ടമല്ല. അവർക്കറിയാവുന്നവരെയൊന്നും നമുക്കും അറിയത്തില്ല, നമുക്കറിയാവുന്നവരെയൊന്നും അവർക്കും അറിയത്തില്ല. ഇതാണ് അത്രയും ലോകം രണ്ടായിട്ട് മാറിയിരിക്കുന്നു. പള്ളികളിൽ തന്നെ നോക്കിയാലും ഒരു 17-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള എത്ര പേര് പള്ളികളിൽ വരുന്നുണ്ട്? എത്ര പേര് ഇത്തരം ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്? വളരെ കുറവായിരിക്കും. കൊച്ചുകുട്ടികൾ വരും, കാര്യം അമ്മയുടെ കൂടോ അച്ഛൻ്റെ കൂടോ വരും. ഇപ്പോൾ നമുക്ക് ഈ ജനറേഷനുമായിട്ടുള്ള വ്യത്യാസം, ഈ ജനറേഷനെ പറയുന്ന ജനറേഷൻ, 2009, 2010 കാലഘട്ടത്തിൽ ജനിച്ചവർ ജനറേഷൻ എന്ന് പറയും. വാട്ട്സ് ദ ലാംഗ്വേജ് ഓഫ് ന്യൂ ജനറേഷൻ? ഐ വുഡ് സേ ഇറ്റ്സ് എ C+ ലാംഗ്വേജ്. വാട്ട് യു മീൻ ബൈ C+ ലാംഗ്വേജ്? ഇറ്റ്സ് എ സോർട്ട് ഓഫ് it's not a computer language, it's a special language. The word the word cinema starts with the C, the word chatting starts with the C, computer starts with the C, cartoon starts with the C. സിയിൽ ആരംഭിക്കുന്ന കാര്യങ്ങളിൽ ഭയങ്കരമായ അഡിക്ഷൻ ഉള്ള ഒരു പ്രത്യേക തലമുറ. ഇപ്പം ഞാൻ ഇവർക്കൊരു സമ്മാനം, ഈ കൊച്ചു കുട്ടികൾ വന്നത് എനിക്ക് സന്തോഷമുണ്ട്. അവർ പക്ഷേ അവർക്ക് എപ്പോഴും ഏറ്റവും ദേഷ്യമുള്ളത് പ്രഭാഷണത്തോടാണ്. പക്ഷേ അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഹൗ മെനി ഓഫ് യു ആർ ഡൈ ഹാർഡ് ഫാൻസ് ഓഫ് BTS? എനിബഡി? BTS ബ്ലാക്ക് പിങ്കോ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ BTSൽ എത്ര പേരുണ്ട്? അല്ലെ ആരുടെയും പേര്? അല്ലെ വിജയ് ഫാൻസ് ഉണ്ടെങ്കിൽ വിജയിയുടെ 4 സിനിമയുടെ പേര് പറയാൻ അറിയാവുന്നവർ വന്നാൽ ഇവിടെ എന്തെങ്കിലും സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടാവും. സമ്മാനം ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? സമ്മാനം എന്തെങ്കിലും ഉണ്ടോ? കൊടുക്കാനുണ്ടോ? ഓക്കെ, കുടയോ എന്തെങ്കിലും ഉണ്ടോ? അതോ എന്താ മിഠായി ആണോ? മിഠായി എന്തെങ്കിലും തരാം. വരൂ, വിജയിയുടെ 4 സിനിമയുടെ പേര് പറയുന്നവർക്ക്, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ ജനറേഷൻ്റെ ആ ഗ്യാപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരെ വിളിക്കുന്നത്. നിങ്ങളിൽ ആരാണ്? നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷേ ആത്മവിശ്വാസമുള്ളവരെ സ്റ്റേജിലോട്ട് വരത്തുള്ളൂ. നോളജ് കൊണ്ട് കാര്യമില്ല. നോളജ് ഈസ് ജസ്റ്റ് എ 9-letter വേർഡ്, ബട്ട് കോൺഫിഡൻസ് ഈസ് എ 10-letter വേർഡ്. അപ്പോൾ കോൺഫിഡൻസ് ഉള്ളവരാണ് സ്റ്റേജിലോട്ട് പെട്ടെന്ന് വരുന്നത് സമ്മാനം വാങ്ങിക്കാനായിട്ട്. തിരുമേനിയുടെ കയ്യിൽ നിന്ന് തന്നെ സമ്മാനം വാങ്ങിക്കാം. ആരാണ് വരുന്നത്? വിജയിയുടെ ജനറേഷൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനാണ്. വിജയിയുടെ 4 സിനിമ, അതുപോലെ BTSലെ 3 പേരുടെയെങ്കിലും പേര്, BTSലെ ആരുടെയെങ്കിലും ഒക്കെ ഒന്ന് പേര് പറയാൻ അറിയാവുന്നവർ സ്റ്റേജിലോട്ട് വരും. ഈ പെൻഗിൻ്റെ കൂട്ടാവരുത്. പെൻഗിൻ എന്താണ്? ഒരു പെൻഗിൻ അങ്ങോട്ട് പോയാൽ മാത്രമേ ബാക്കി പെൻഗിൻ കൂടെ പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ വന്നാൽ മാത്രമേ ബാക്കിയുള്ളവർ വരികയുള്ളൂ. ഇങ്ങോട്ടൊന്ന് വന്നേ, പെട്ടെന്നൊന്ന് വന്നേ. ആരാ വരുന്നേ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ആരെങ്കിലും ഓടിവാ. ധൈര്യമുള്ളവരാരാണ്? ഇത്രയും പേരുള്ള ഈ ധൈര്യമുള്ള ഒരാൾ പോലും ഇല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടതും വീടുകളിൽ മനസ്സിലാക്കേണ്ടതും ഈ ന്യൂ ജനറേഷനെയാണ്. ഹൗ ടു ക്രിയേറ്റ് എ റാപ്പോ വിത്ത് ന്യൂ ജനറേഷൻ. പുതിയ തലമുറയുമായിട്ട് എങ്ങനെയാണ് ഒരു റാപ്പോ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. അപ്പോൾ വരൂ, പെട്ടെന്ന് വരൂ, മോള് വരൂ, ഓടിവാ, ഇങ്ങനെ വന്നോളൂ, ഓടി. അതായത് നല്ലൊരു കൈ കൊടുത്തേ. ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. There are hundreds of thousands of people to criticize everything, but only a few to inspire others. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളായി നിങ്ങൾ മാറണം. ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രഭാഷണങ്ങൾ, ഗിരിപ്രഭാഷണങ്ങളെല്ലാം ഇൻസ്പിറേഷണൽ സ്പീച്ചുകളായിരുന്നു. വിജയുടെ 4 സിനിമ പറയൂ അല്ലേ? വാട്ട് ക്ലാസ് ആർ യു ഇൻ? ഏത് ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, ആർ യു എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് വിജയ്? വിജയുടെ ഫാനാണോ? പിന്നെ BTSലെ ആരുടെയും അറിയാമോ? ഇല്ല. BTSൽ അറിയാൻ നല്ല ഉണ്ടോ? ഏത് സമ്മാനമുണ്ട്? ഉണ്ടോ? ഓടിവാ 2 പേരുടെ പേരെങ്കിലും പറഞ്ഞാൽ മതി. ഓടിവാ. ജിമിനെന്നോ ജങ്കൂക്കെന്നോ RM എന്നോ V എന്നോ ആരെങ്കിലും പേര് പറഞ്ഞാൽ മതി. ഓടിവാ. ആരെ അറിയാം? അറിയോ?
മോളു വിജയുടെ 3 സിനിമയുടെ പേര് പറയൂ. ഗില്ലി, വാരീസ്, പിന്നെ ഇല്ല, ഇത് ന്യൂ ജനറേഷനാണ്. ഈ ജനറേഷനോട് ചോദിക്കുക, VD സതീശനെ അറിയോ? കേട്ടിട്ടുണ്ട്. എന്ത് ഫീൽഡാ? ഇനി AK ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ഞാൻ വേറൊരാളെ ചോദിക്കാം, അതുപോലെ K കരുണാകരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. EK നായനാർ എന്ന് കേട്ടിട്ടുണ്ടോ? അടൽ ബിഹാരി വാജ്പേയി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഇത് ഇവരുടെ കുഴപ്പമല്ല, ഇവർക്കറിയാവുന്നതൊന്നും നമുക്കും അറിയത്തില്ല, നമുക്കറിയാവുന്നതൊന്നും ഇവർക്കും അറിയില്ല. ജില്ലയിൽ വിജയുടെ അച്ഛനായിട്ട് അഭിനയിച്ചതാരാ? മോഹൻലാൽ. എന്ത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. നല്ലൊരു കൈ കൊടുത്തേ, നല്ലൊരു കൈ കൊടുത്തേ. ഇവർക്കപ്പം മിഠായി കൊടുക്കണ്ടേ? അതാണ് നമ്മുടെ ജനറേഷൻ. ഇനി ഞാനൊന്ന് ചോദിക്കുക, പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാ? ഞാനിങ്ങനെ കാലിങ്ങനെ കാണിക്കാം. ഏത് സിനിമയിലെ ഡാൻസാണ്? ഇങ്ങനെ ഒരു നടൻ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ശാന്തമീ രാത്രിയിൽ. ഏത് സിനിമ? തുടരും. ഈ തിരുമേനിയുടെ പേരെന്ന് പറയാമോ? നല്ല പ്രസംഗമല്ലായിരുന്നു, ഉദ്ഘാടനം ചെയ്തേ. ഐ ജനറേഷൻ എന്നാണ് നിങ്ങളെ പറയുന്നത്. ആ ഐയിൽ തുടങ്ങും തിരുമേനിയുടെ പേര്. ആ തിരുമേനിയുടെ പേരെന്ന് പറയാമോ? നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയാം അത് പൊളിയാ എന്ന് പറയും. അത് ഇച്ചിരി ഒന്ന് മാറ്റിയിട്ടാൽ മതി. ഗംഭീരമാണെന്ന് പറയുന്ന പോലെ പൊളിയാണ് എന്ന് പറയാം. ആ തിരുമേനിയുടെ പേര്? ആ തിരുമേനി പോളികാർപ്പോസ്. ഒന്ന് പറഞ്ഞേ. ഇത് ഐറേനിയോസ്. പറഞ്ഞോ? ഇതൊക്കെ ഓർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിമല തിരുമേനിയുടെ പേരെന്ന് പറയാമോ? പരിമല തിരുമേനി എന്നേ കേട്ടിട്ടുള്ളൂ. ഇതൊക്കെ കേൾക്കണം നമ്മൾ കേട്ടോ. ഇവിടെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ഏറ്റവും കൂടുതൽ ഈ ശരിക്കും പറഞ്ഞാലേ ബ്രെയിൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ മൊത്തം എടുത്താൽ 2% ബ്രെയിനുള്ളൂ. പക്ഷേ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിനാണ് 20% എനർജിയും വേണ്ടത്. 20% എനർജി. ബ്രെയിന് ആകെ തലച്ചോറിന് എത്ര ഭാരം ഉണ്ടെന്നറിയോ? 1.5 കിലോ ഇല്ല, 1.4 കിലോ ഭാരമേ ഉള്ളൂ. ചെറിയൊരു സംഭവം. ആ ബ്രെയിൻ പോയാൽ, നമുക്ക് കരൾ പോയാൽ അമൃതയെ കൊണ്ടുപോയി മാറ്റി വെക്കാം. 10-30 ലക്ഷം രൂപ കൊടുത്താൽ മതി. കിഡ്നി പോയാൽ മാറ്റി വെക്കാം. ലോകത്ത് ആദ്യമായി കിഡ്നി മാറ്റിവെച്ച ശസ്ത്രക്രിയ നടത്തിയത് ജോസഫ് മുറയാണ്. ഹൃദയം വേണമെങ്കിൽ മാറ്റിവെക്കാം. ഹൃദയം ആദ്യമായി മാറ്റിവെച്ചത് 1967 ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്ത്യൻ ബെർണാഡ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് P. വേണുഗോപാലാണ്. കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരമാണ്. പക്ഷേ നമുക്ക് ഇന്ന് വരെ മാറ്റിവെക്കാനൊക്കാത്ത ഒറ്റ അവയവമേ ഉള്ളൂ. കൈ മാറ്റാം, കാല് മാറ്റാം, വിരൽ മാറ്റിവെക്കാം. എന്തുവാണ്? ബ്രെയിൻ മാത്രം മാറ്റിവെക്കാനൊക്കത്തില്ല. അതുകൊണ്ട് മയക്കുമരുന്നും മദ്യവും ലഹരിയും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ബ്രെയിൻ പോയാൽ പിന്നെ നമ്മളെ എന്തിനേലും കൊള്ളാമോ? നമ്മൾ ആരാ? ബൈബിളിനകത്ത് പറയും, ആസ് ദ മാൻ തിങ്സ് സോ ഈസ് ഹീ. ഒരു മനുഷ്യൻ എന്താണെന്ന് അവൻ ചിന്തിക്കുന്നത് എന്താണോ അതാണ് അവൻ. ശരിയാണ്. നമ്മൾ ഡോക്ടർ ആകണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഡോക്ടറാവും. കള്ളനാവണമെന്ന് ചിന്തിച്ചാൽ കള്ളനാവും. ഇവിടെ ഇരിക്കുന്ന ഒരു എന്തെങ്കിലും എടുത്തു വെച്ച് ഒരാളുടെ തലയടിച്ച് പൊട്ടിച്ചാൽ നമ്മൾ നാളെ പ്രതിയായി ജയിലിൽ പോവും. ഒരാളെ കുത്തിക്കൊന്നാൽ എന്താവും? കൊലക്കേസ് പ്രതിയായി ജയിലിൽ പോവും. അല്ലേ? നമ്മൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിനിന് കുഴപ്പം വരുത്തുന്ന സാധനത്തിൻ്റെ പേരെന്താണ്? മയക്കുമരുന്ന്. അത് ഉപയോഗിക്കുമോ? ഇല്ല. മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടുവോ? ഇല്ല. നിങ്ങൾക്ക് വേടനെ അറിയാമോ? വേടം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നാ പറയുന്നത്. ശരിയാണോ അത്? അത് ശരിയല്ല അല്ലേ? അത് ശരിയാണോ? അത് ശരിയല്ലാണോ? ശരിയല്ല അല്ലേ? അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇന്ന് വരാനിരുന്ന മന്ത്രി P. പ്രസാദ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെയുള്ള ആരാണ് നമ്മളെ ഭരിക്കുന്നതെന്നും ഒത്തിരി കാര്യങ്ങൾ. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ? നിങ്ങളിൽ എത്ര പേർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ? ഒറ്റ ചോദ്യം. ബ്രെയിനാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ബ്രെയിൻ പവർ ഉള്ളവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൂടുമെന്നാണ്. മൊബൈൽ എന്ത് കണ്ടാലും ചിന്തിക്കുക. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. നമുക്ക് മനനം ചെയ്യാൻ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ ഒക്കില്ല. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഈ മൊബൈൽ ഫോൺ ആരാണ് കണ്ടുപിടിച്ചത്? ആരാ? മാർട്ടിൻ കൂപ്പർ. നമ്മൾ ഇന്ന് വരെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഫാദർ ഓഫ് സെൽഫോൺ ആരാന്ന് ചിന്തിച്ചിട്ടില്ല. മാർട്ടിൻ കൂപ്പർ. നമ്മളൊരു ബോൾ പെൻ വെച്ച് എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ബോൾ പെൻ ആരാടാ കണ്ടുപിടിച്ചത്?
അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് ഒരു പ്രവർത്തനം കൊടുക്കുകയാണ്. അത് ലഹരി, ചിന്തനയാണ് ലഹരി, മനനമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതുകൊണ്ട് ബോൾ പെൻ കണ്ടുപിടിച്ചത് ആരാ? ലെസ്ലോ ബൈറോ. ആരാണ്? ലെസ്ലോ ബൈറോയാണ്. ഈ ലൈറ്റ്, വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്, അല്ലേ? ഓക്സിജൻ, ഇവിടെ എല്ലാം ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓക്സിജൻ ജോസഫ് പ്രീസ്ലി ആണ്. ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ ഈ കുട്ടികൾ പറയും മുടിഞ്ഞ പരീക്ഷണമായി പോയല്ലോ, ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് കഷ്ടമായി. അപ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കണം, ഈ പരീക്ഷ കണ്ടുപിടിച്ചത് ആരാണ്? പരീക്ഷ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ഫിഷറാണ്. ആരാണ്? ഹെൻറി ഫിഷർ. നമുക്കിങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴാണ്, ആ ചിന്തിക്കാനുള്ള പവറാണ് മദ്യപിക്കുന്നവനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനും നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ ഇന്ന് അധികം സംസാരിക്കുന്നില്ല. ഞാനൊരു സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. സ്പിരിറ്റ് എന്ന് പറയും, മോഹൻലാലിൻ്റെ സിനിമ. അതിനകത്താണ് മരണം എത്തുന്ന നേരത്തു നീ എൻ്റെ അരികത്തു തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. ആ സിനിമയിൽ മോഹൻലാൽ ആ തനി കുടിയനാണ്. ആ കുടിയുടെ അച്ഛൻ കണ്ടായിരുന്നോ? ആ സിനിമ കണ്ടിട്ടുണ്ടോ? സ്പിരിറ്റ് കണ്ടായിരുന്നോ? കാണണ്ട. ഒരു മദ്യപാനി ഏതൊക്കെ രീതിയിൽ അധപ്പതിക്കുമെന്നുള്ളത് ആ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ സിനിമ ഏറ്റവും വലിയൊരു സ്വാധീന ശക്തിയാണ്. 5 പേരെ തിരുവനന്തപുരത്ത് കൊന്നിട്ട് എന്നവൻ പറഞ്ഞു ഞാൻ മാർക്കോ സിനിമ അനുകരിച്ചതാണ്. കഴിഞ്ഞ വർഷം ഒരു ജയിൽ വിസിറ്റ് നടത്തിയപ്പോൾ ബാംഗ്ലൂരിൽ അവിടുത്തെ ഒരു പ്രതിയായിട്ടുള്ളൊരു പയ്യൻ 20 വയസ്സേ ഉള്ളൂ. അവനോട് ഞാൻ ചോദിച്ചു ആരാണ് നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇൻസ്പയർ ചെയ്ത്? അപ്പോൾ അവൻ പറഞ്ഞു സിനിമയിലെ ഡയലോഗ് എന്നോട് പറഞ്ഞു കേൾപ്പിച്ചത്, വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് ബട്ട് വയലൻസ് ലൈക്സ് മീ, ഐ കാണ്ട് അവോയ്ഡ് ഇറ്റ്. ഏത് സിനിമയിലെയാ? ഓടിവാ ഓടിവാ, സമ്മാനം ഓടിവാ ഓടിവാ, നിങ്ങൾ ഓടിവാ. ഉത്തരം പറയുന്നവർക്കെല്ലാം സമ്മാനം എടുത്തു വെച്ചോണേ. തിരുമേനിമാർ 2 പേര് ഇവർക്ക് സമ്മാനം കൊടുത്തൊന്ന് പ്രോത്സാഹിപ്പിക്കണം. ഓടിവാ ഓടിവാ, ഓടി വരൂ. അപ്പോൾ ഏറ്റവും ഇവർക്ക് സ്വാധീനം എന്ന് പറഞ്ഞാൽ ഈ സിനിമയാണ്. പക്ഷേ ഈ സിനിമയെ കൂടെ വരുന്നത് എന്താണ്? ഇപ്പോൾ ഹിറ്റായിട്ടുള്ള 10 സിനിമ എടുത്താലും ഒരു സിനിമ പണി, വെന്ന്, KGF, ജയിലർ, ഏത് സിനിമ എടുത്താലും വയലൻസ് ആണ്. അതിൻ്റെ കൂടെ നായകനോ നായികയോ ഒക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. KGF-ലെ നായകൻ്റെ പേരെന്തുവാ? റോക്കി ബായ്. റോക്കി ബായ് അല്ലേ? റോക്കി ബായ് അല്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് പേരെന്തുവാ? ആയോ? ഇന്ത്യൻ പ്രസിഡന്റ് പേരെന്തുവാ? ദ്രൗപദി മുർമു. ഒരാൾ പറഞ്ഞു, നല്ലൊരു കൈ കൊടുത്ത്. അപ്പോൾ ഇവർക്ക് വയലൻസ് 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 ഏത് സിനിമയിൽ ആര് പറയുന്ന ഡയലോഗാ? KGF സിനിമയിലെ റോക്കി. എല്ലാവർക്കും അറിയാം. അപ്പം ഏറ്റവും കൂടുതൽ ഇവരെ സ്വാധീനിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണോ റോക്കി ബായി ആണോ? അപ്പോൾ ഇത് കണ്ടിട്ട് അതിനകത്ത് റോക്കി ബായി എന്താ ചെയ്യുന്നത്? റോക്കി ബായിയുടെ ആയുധം എന്തുവാ? ചുറ്റിക, ഹാമർ. ആ ചുറ്റിക വെച്ചിട്ട് എല്ലാവരും തലയടിച്ചങ്ങ് ഇളക്കുക. ഇത് കണ്ടിട്ട് ഒരു പയ്യൻ കൂട്ടുകാരുടെ എല്ലാം തലയ്ക്ക് ചുറ്റിക വെച്ചടിച്ച് തല ഇളക്കിയിട്ട് ജയിലിലായിരിക്കുന്നു. അപ്പോൾ സിനിമയുടെ സ്വാധീനമാണ്. ഹൈദരാബാദിൽ റോക്കി ബായി എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കും ഇല്ലേ? ഞാനൊരു റോക്കി ബായിയുടെ ചിത്രം വരച്ചു തരാം. ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കും. ആ പുകയ്ക്കുന്ന കണ്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് പുകയ്ക്കുന്നത്. അത് കണ്ടിട്ട് ഒരു പയ്യൻ 5 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട്, ഹൈദരാബാദിലെ ഒരു കുട്ടി 5 പാക്കറ്റ്, 9ാം ക്ലാസ്സുകാരൻ 5 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചിട്ട് തുടരെ പുകച്ചു. റോക്കി ബായി ചെയ്യുന്ന പോലെ എനിക്ക് ധൈര്യം കിട്ടും, ശക്തി കിട്ടും എന്ന് സിനിമയെ പറഞ്ഞതനുസരിച്ച് അങ്ങനെ ചെയ്തു. ആ കുട്ടി തട്ടിപ്പോയി. അവസ്ഥ തന്നെ കട്ടപ്പുകയായിപ്പോയി. പത്രങ്ങളിലെല്ലാം വന്നതാണ്. റോക്കി KGF എന്ന ഏത് സിനിമയാണ്? വാട്ട് ഡു യു പ്രിഫർ, KGF ചാപ്റ്റർ 1 ഓർ ചാപ്റ്റർ 2? 2ആണോ 1ആണോ നിങ്ങൾക്ക് ഇഷ്ടം? മെഹബൂബ പാട്ടുള്ളത് ഇതിനകത്താ? 1-നാണോ? 2-ലല്ലേ? 2-ല്. ഇതെല്ലാം ഈ ഏറ്റവും പുതിയ ജനറേഷനെ സ്വാധീനിക്കുന്ന ഇത്തരം സംഭവങ്ങളിലൂടെ നന്മ പ്രചരിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാർക്കോ സിനിമ എനിക്ക് 5 മിനിറ്റ് പോലും കണ്ടിരിക്കാനൊക്കാതെ പോയ ഒരു സിനിമയാണ്. അത്രയ്ക്ക് ഭയങ്കര അട്ടർ വയലൻസ് ആണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ എൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കും ഇത്രയും ചോര. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ ചോര വെറുതെ തെറിച്ചാൽ പോരാ, അത് മുഖത്തെല്ലാം, നായകൻ്റെ മുഖത്തെല്ലാം വീഴ്ത്തണം. അങ്ങനെയൊക്കെ അതാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും 90% ടീനേജേഴ്സിനും അതാണ് ഇഷ്ടം. ആ രീതിയിലാണ് സിനിമ എടുക്കുന്നത്. അത് മാത്രമല്ല, നായകൻ മയക്കുമരുന്നോ MDMA എന്തെങ്കിലും കഴിച്ചാലേ ശക്തി കൂടത്തുള്ളൂ എന്നുള്ളൊരു സമീപനവുമാണ്. അപ്പോൾ എന്നാൽ നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരു ഫുട്ബോൾ താരമുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ദേഹത്ത് പച്ച കുത്തിയിട്ടില്ല, മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാറില്ല, പുക പോലും വലിക്കാറില്ല. ആ ആളിൻ്റെ പേര്, ആളിങ്ങനെ അലറും, സൂ. സ്പാനിഷ് ഭാഷയിൽ ആ സൂ എന്ന് പറഞ്ഞാൽ യേഴ്സ്. അതാരാണ്? റൊണാൾഡോ. എത്ര ബാലൻ ഡി ഓർ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്?
എത്ര? എത്ര വാലണ്ടിയർ? ഓടിവാ 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 ഓടിവാ, സമ്മാനമുണ്ട്, ഓടിവാ ഓടിവാ. കുറേ സമ്മാനം എടുത്തു വെച്ചേക്കണേ, ഓടി വരൂ. നിങ്ങൾ പറയണം, ഇതാ ഈ പരുമല പെരുന്നാളുമായി അനുബന്ധിച്ച് ഈ പരിപാടി വന്നവർക്കെല്ലാം സമ്മാനം കിട്ടി. നിങ്ങളെന്താ ബാക്കി കൂട്ടുകാരോട് ചോദിക്കണം, നിങ്ങളെല്ലാം മണ്ടന്മാരാണ്, എന്തുകൊണ്ടാണ് വീട്ടിൽ ഇരുന്നേ? ഇവിടെ വരണ്ടായിരുന്നോ? തിരുമേനി വന്ന് ഉദ്ഘാടനം ചെയ്തു, നല്ല വാക്കുകളായിരുന്നു, അധ്യക്ഷ പ്രസംഗം തിരുമേനിയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാ? എത്ര വാലണ്ടിയർ? ഓടി വാ. എത്ര വാലണ്ടിയർ? 5. നല്ലൊരു കൈയ്യടി കൊടുത്തേ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. കേരളത്തിന്റെ ഗവർണർ ആരാ? അറിയോ? അറിയോ? ശരിയാ, വാ. എട്ടോ രാജേന്ദ്ര, നീ മിടുക്കനാന്നല്ലോ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കണ്ടോ, നല്ലൊരു കൈയ്യടി കൊടുത്തേ, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇവനെ ഒന്ന് എടുത്ത് പൊക്കിയിട്ട് നല്ലതായിട്ടൊരു പ്രോത്സാഹിപ്പിക്കണം, ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഈ കുട്ടികളോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം, മോനെ, അറിവാണ് ലഹരി. എന്താണ് ലഹരി? എന്താണ് ലഹരി? അറിവാണ് ലഹരി. പിന്നെന്താ ലഹരി? ജീവിതമാണ് ലഹരി. നിങ്ങളെല്ലാം ഉറക്കെന്ന് പറഞ്ഞേ, അറിവാണ് ലഹരി. അറിവാണ് ലഹരി. പിന്നെന്താണ് ലഹരി? ജീവിതമാണ് ലഹരി. പിന്നെ അടുത്ത ലഹരി എന്താണ്? ഓർമ്മയാണ് ലഹരി. ഓർമ്മയാണ് ലഹരി. ഓർമ്മയാണ് ലഹരി. അതായത് ഇതുപോലൊക്കെയുള്ള സാധനങ്ങൾ അടിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം മനോരോഗ വിദഗ്ധർ പറയും ബ്രെയിൻ ഫോഗ്. പുതിയ വാക്കാ, ബ്രെയിൻ ഫോഗ്. ബ്രെയിന് ഫോഗ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ, നമ്മുടെ അയലോക്കത്തെ ഒരു പെങ്കൊച്ച് നടന്നു വരുന്നു. ഇതിൻ്റെ പേരെന്തുമായിരുന്നു, മറന്നുപോയല്ലോ, നാക്കയിലിരിക്കുന്നല്ലോ. ഇങ്ങനെ ഫോഗ് ബാധിക്കും. പതുക്കെ ഈ ഫോഗ് ബാധിച്ചിട്ട് സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ? ലോകത്തെ ഏറ്റവും മരുന്നില്ലാത്ത ഒരു അസുഖം വരും. ആ അസുഖത്തിൻ്റെ ഓർമ്മ ദിവസമാണ് സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 എന്ന് പറഞ്ഞാൽ ലോക അൾഷിമേഴ്സ് ദിനമാണ്. എന്ത് ദിനമാണ്? അൾഷിമേഴ്സ് ദിനമാണ്. ഈ അൾഷിമേഴ്സ് വന്നാൽ ഒരു മരുന്നുമില്ല. ബ്രെയിൻ ഫോഗ് പിന്നെ അൾഷിമേഴ്സിലേക്ക് പോകും. അപ്പോൾ ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ഓരോ സെക്കൻഡിലും 3 പേര് അൾഷിമേഴ്സ് ബാധിക്കുന്നു. ആ 3 പേരിൽ 2 പേരും മദ്യം ഉപയോഗിക്കുന്നവരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ ആണ്. അപ്പോൾ അൾഷിമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് ഈ പറഞ്ഞ ഓർമ്മ പോകുന്നതിൻ്റെ പ്രധാന കാരണമാണ് എന്ത്? മയക്കുമരുന്നും മദ്യവും. അപ്പോൾ അത് ഉപയോഗിക്കുമോ? പുകവലിക്കോ? റോക്കി ബായിയുടെ സിനിമയിൽ പുകവലിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുകവലിക്കുമോ? ഇല്ല, പുകവലിക്കത്തില്ല. അപ്പം നമ്മൾ ഇത്തരം പരിപാടികളെല്ലാം ടീനേജേഴ്സിന് നമുക്ക് സന്ദേശം കൊടുക്കണം. ടീനേജേഴ്സിനെയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇവരെ പോലുള്ള മിടുക്കരായ ആളുകൾ ഇവിടെ കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ AK ആൻ്റണി അറിയാമെന്ന് തോന്നുന്നില്ല. AK ആൻ്റണി അറിയാമോ? ആരാ? അമിത്ഷാ എന്ന് കേട്ടിട്ടുണ്ടോ? അമിത്ഷാ മോൻ കേട്ടിട്ടുണ്ടോ? മോള് കേട്ടിട്ടുണ്ടോ? നിർമ്മല സീതാരാമൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ആരാ നിർമ്മല സീതാരാമൻ? ആഭ്യന്തരമല്ല, എന്നാലും അത്രയെങ്കിലും പറഞ്ഞല്ലോ, ധനകാര്യമന്ത്രി. ഈയിടെ ഞാൻ ആലപ്പുഴ ചെന്നൊരു കാമ്പസിൽ ചെന്നിട്ട് ചോദിച്ചു, നിർമ്മല സീതാരാമൻ ആരാന്ന്? അപ്പോൾ ഒരാൾ പറഞ്ഞു, ദുൽഖർ സൽമാൻ അഭിനയിച്ച സിനിമയുടെ പേരാന്ന്. അത് സീതാരാമോ കേട്ടോ. അപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു, സീതാറാം യെച്ചൂരി ആരാന്ന്? അപ്പോൾ ഒരു പെങ്കൊച്ച എഴുന്നേറ്റ് പറയുക, സാറ് നേരത്തെ ഒരു പേര് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കെട്ടിയോനായിരിക്കുമെന്ന്, അവരുടെ കെട്ടിയോനായിരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ പുതിയ തലമുറയുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്റ്റോർട്ടഡ് ആയി പോയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തിരിച്ചു വരണമെങ്കിൽ നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. അപ്പോൾ ഇതൊക്കെ കവിതയാണ്. ബൈബിൾ തന്നെ നന്നായി വായിക്കുക. ബൈബിളിനേക്കാൾ മഹത്തായ ഒരു കവിതയില്ല, അല്ലേ? ഉണ്ടോ? ഇല്ല. ക്രിസ്തുദേവൻ എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ ക്രിസ്തുദേവൻ പറയുന്നു, as long as I am in the world, I am the light of the world. As long as I am in the world, I am the light of the world. ഞാൻ ഈ ഭൂലോകത്തുള്ളിടത്തോളം കാലം ഞാൻ ഈ ഭൂലോകത്തിൻ്റെ പ്രകാശമായിരിക്കും. നിങ്ങൾ കുട്ടികൾ, യുവാക്കൾ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങളുടെ പ്രകാശം കെട്ടുപോകുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾ മയക്കുമരുന്നടിച്ചും പുകവലിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രകാശം കെട്ടുപോകും. അപ്പോൾ ആ തലച്ചോറിൻ്റെയും കണ്ണുകളുടെയും പ്രകാശം കെട്ടുപോകും. സാറുമാർ പറയുന്നു, മദ്യപിച്ചവനെ സ്മെല്ല് കൊണ്ടറിയാം, പക്ഷേ MDMA ഉപയോഗിച്ചവനെയും മറ്റ് തലത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചവനെ ഒരു സ്മെല്ലും അറിയത്തില്ല. പക്ഷേ അവനെ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവൻ്റെ കണ്ണിലോട്ട് നോക്കിയാൽ മതി. കണ്ണുകളുടെ പ്രകാശം കെട്ടുപോയിരിക്കും. പ്രകാശമില്ലാത്ത കണ്ണുകൾ, മഞ്ഞ കലർന്ന കണ്ണുകൾ, കണ്ണിൻ്റെ വെള്ളഭാഗമെല്ലാം മഞ്ഞ പോലാകുന്നു. ഇവിടെയൊക്കെ ഒരു കറുപ്പ് പടർന്നിരിക്കുന്നു. മുറി അടച്ചെപ്പോഴും ഇരിക്കുന്നു, പുറത്തോട്ട് വരുന്നില്ല, വളരെ ഡിപ്രസ്ഡ് മൂഡ്. ഇതൊക്കെയാണ്. ചോദ്യം ചോദിച്ചോ മോനെ. ഈ മദ്യം കണ്ടുപിടിച്ചാണ് അവനെ കണ്ടായിരുന്ന നല്ല 2 അടി കൊടുക്കാമായിരുന്നു. അത് പഴയ യുഗാന്തരങ്ങളായി മദ്യമുണ്ട്. ആദിമ മനുഷ്യൻ മുതൽ
ഓരോ ഇലയിട്ട് വാറ്റിയും ഇങ്ങനെ പലതരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചോദ്യം, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഏതായാലും തിരുമേനിമാർ രണ്ടുപേരും കൂടി ഈ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ മിഠായി എന്ത് ഒന്ന് കൊണ്ടുവന്നാട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ളതുണ്ടോ? വേറെ മിഠായി ഉണ്ടോ? കുറച്ച് പോളിക്കാർപ്പോസ് തിരുമേനി ഇതാ, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വരിവരിയായിട്ട് സമ്മാനം വാങ്ങിച്ച് അതുവഴി പൊക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് വരയ്ക്കേണ്ടത്? റൊണാൾഡോ ആണോ വരയ്ക്കേണ്ടത്, മെസ്സി ആണോ വരയ്ക്കേണ്ടത്, വിജയ് ആണോ വരയ്ക്കേണ്ടത്, മോഹൻലാലിനെ ആണോ വരയ്ക്കേണ്ടത്? ഏതെങ്കിലും രണ്ട് ചിത്രം, രണ്ടോ മൂന്നോ ചിത്രം ഞാൻ വരയ്ക്കും. ആരെയാണ് വേണ്ടത്? റൊണാൾഡോ 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 മതിയോ? എനിക്ക് മെസ്സി മതി. മെസ്സിയെ മതിയോ? സിനിമക്കാരനകത്ത് ആരെ വേണം? സിനിമ ശരി, അത് രണ്ടോ മൂന്നോ ചിത്രം വരച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അവിടുന്ന് വാങ്ങിച്ചാൽ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് പറയണം, ബാക്കി വീട്ടിൽ മടി പിടിച്ചിരുന്നവരോട് പറയണം കേട്ടോ, ഇവിടെ വന്നുകൊണ്ട് മിഠായി കിട്ടി, ഈ തിരുമേനിമാരെയൊക്കെ കാണാനെത്തു, നല്ല കാര്യങ്ങളൊക്കെ കേട്ടു, അപ്പോൾ സന്തോഷമായോ? അപ്പോൾ ആരെയാണ് ഇനി വരയ്ക്കേണ്ടത്? റൊണാൾഡോയാണ് വരയ്ക്കേണ്ടതെന്ന്. നമ്മളാണ് കെ കരുണാകരനോ എ കെ ആൻ്റണി എന്നോ ഉമ്മൻചാണ്ടി സാറ്, എനിക്ക് ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടം ഉമ്മൻചാണ്ടി സാറിനെയാണ്. മഹാമനുഷ്യനായിരുന്നു. 1943 ഒക്ടോബർ 31 ജനിച്ചു. 2023 ജൂലൈ 18 ഓർമ്മയായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി. 1970 ആദ്യമായി അദ്ദേഹം MLA ആയത്. അപ്പോൾ തിരുമേനിക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രം വരയ്ക്കണോ? തിരുമേനിക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രം വരയ്ക്കണം. അച്യുതാനന്ദൻ്റെ ചിത്രം തീർച്ചയായിട്ടും തിരുമേനി, ഉദ്ഘാടകനായ തിരുമേനി പറഞ്ഞ ചിത്രം വരയ്ക്കും. തിരുമേനിക്ക് മുഖ്യമന്ത്രി, എനിക്ക് ഏറ്റവും ഇഷ്ടം തിരുമേനിയെ വരയ്ക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ബോർഡ് 3-4 ചിത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഈ പെയിൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ ആദ്യമേ വിളിച്ചപ്പോഴേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറഞ്ഞു 2-3 ചിത്രം വരയ്ക്കുക. അത് എവിടെ നിന്ന് വരയ്ക്കണോ? അത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ സെറ്റ് ചെയ്യാവുന്നോ? ഇവിടെ സെറ്റ് ചെയ്യാവുന്നോ? ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യും. കാണാനൊക്കെ തിരുമേനിമാർക്ക് ഇവിടെ സെറ്റ് ചെയ്താൽ? ഇല്ലല്ലേ? 5 മിനിറ്റ് എന്നാൽ എന്നാൽ ഇവരുടെ ഇത് കസേരകൾ അവിടെ ഓക്കെ ഞാനും അവിടെ നിന്ന് വരയ്ക്കാം. എന്നാൽ താഴെ നിന്ന് വരയ്ക്കാം. അതോ ഇവിടെ താഴെ നിന്ന് വരയ്ക്കാം? അതായിരിക്കും, ചെറിയ സദസ്സല്ലേ. ഉണ്ടോ? മൈക്ക് അങ്ങോട്ട് കിട്ടുമോ? എന്താണ്? അഞ്ച് മിനിറ്റ്. നിങ്ങൾ ഫ്രണ്ടിലോട്ട് നിൽക്കുക. 5 മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ ആരൊക്കെയാ? മോഹൻലാൽ, വിജയ് വേണോ? വിജയ്, റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, പിന്നെ ആരെയാ? മെസ്സി, പിന്നെ വേറെ ആരാ? ഉമ്മൻചാണ്ടി. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് തിരുമേനിക്ക് പ്രായത്തിൻ്റെ ബഹുമാനം ഏറ്റവും 1949 ജനിച്ച ഓഗസ്റ്റ് 15 ഭൂജാതനായ ഐറേനിയസ് തിരുമേനി പറഞ്ഞ ഏത് ചിത്രമാണ് പറഞ്ഞതെന്നറിയോ? കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രിയായ 11ാമത്തെ വ്യക്തിയുടെ പേരാണ് അച്യുതാനന്ദൻ എന്നാണ് പറഞ്ഞത്. 11ാമത്തെ വ്യക്തിയാണ്. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ. സോഡിയം ഓർമ്മയുമായി ബന്ധപ്പെട്ടൊരു എലമെൻ്റാണ്. VS അച്യുതാനന്ദൻ 1923 ജനിച്ചത്. ഒക്ടോബർ മാസം 20 ജനിച്ചു. VSൻ്റെ ചിത്രമാണ് ഇവിടെ തിരുമേനി പറഞ്ഞതനുസരിച്ച് വരയ്ക്കുന്നത്. മഷി പെട്ടെന്ന് വയ്ക്കൂ, സമയം പോയി. മഷി പെട്ടെന്ന് ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ എനിക്ക് ഒരു ചിത്രം വരയ്ക്കാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയുമോ? 5 മിനിറ്റോ? എനിക്ക് 5 മിനിറ്റ് ഒന്നും വേണ്ട, 5 സെക്കൻഡ് പോലും വേണ്ട. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് എത്ര പേരെൻ്റെ പടം കണ്ടിട്ടുണ്ടെന്നറിയോ? 205 ലക്ഷം ഞാൻ ഈ വരയ്ക്കുന്ന ചിത്രം. നിങ്ങൾ ജിതേഷ് എന്നോ നോക്കിയാൽ മതി. വേറെ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒന്നും 205 ലക്ഷം പ്രേക്ഷകരുള്ള ഒരു വീഡിയോയും ഇല്ല. 205 ലക്ഷമാണ്. അപ്പോൾ പെയിന്റ് ഒഴിക്കുക.
അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഐ എം ആൻ ആംബി ഡെസ്ട്രസ്. വട്ട് യു മീൻ ബൈ ആംബി ഡെസ്ട്രസ്? ആംബി ഡെസ്ട്രസ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും. ഇഫ് യു ക്യാൻ യൂസ് യുവർ, തീർച്ചയായിട്ടും പരിമല തിരുമേനയുടെ കൂടെ ചിത്രം വരച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ചോയ്സ് വേണ്ടേ? റൊണാൾഡോ, വിജയ് ഉണ്ടോ? രജനീകാന്ത് ഉണ്ടോ? വിജയ് ഏത് വിജയ് വേണം? ഏത് വിജയ് വേണം? റോക്കി ബായ് വേണോ? റോക്കി ബായ്, ഓക്കെ. റോക്കി ബായിയും വിജയും ന്യൂ ജനറേഷനെ പരിഗണിച്ചില്ല എന്ന് വേണ്ട. അച്ഛന്മാർക്കും തിരുമേനിമാർക്കും ചിലപ്പം പരിചയിക്കുന്ന ദോഷമാണ് ആ സിനിമയിൽ ഉള്ളത്. സ്പിരിറ്റ് അല്ലേ? 1960 മോഹൻലാൽ ജനിച്ചത്. ഇതാ മ്യൂസിക്. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, നമുക്ക് ഒന്നോ രണ്ടോ ചിത്രം കൂടി. ഓക്കെ, അലർന്നേ. സൂ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് വാക്കാണ്. അർത്ഥം എന്തുവാ? യെസ് യെസ്. ഒന്ന് നിന്നാൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. ഇത് മായ്ച്ചുകൊണ്ട്
ടാഗോറിനെ വരച്ചുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടാഗോർ ദേശീയഗാനം എഴുതുന്നില്ല, രവീന്ദ്രനാഥ് ടാഗോർ. ഇതാ 7 എന്ന് എഴുതി. 7-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്, അന്തരിച്ചത് 7-ാം തീയതിയാണ്. 1861 മെയ് മാസം 7-ാം തീയതി ജനിച്ചു. 1941 ഓഗസ്റ്റ് 7-ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ടാഗോറിൻ്റെ ബൈബിളിൻ്റെ സ്വാധീനം കൊണ്ട് എഴുതിയ വരികളെന്ന് വിമർശകർ പറഞ്ഞിട്ടുള്ള 4 വരി ഗീതാഞ്ജലി എന്ന് ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കുന്നു. വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ നോളജ് ഈസ് ഫ്രീ, where the veil has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches his arms towards perfection, where the clear stream of reason has not lost its way into dreary desert sand of dead habits, where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom, my father, let my country awake. പരിമല തിരുമേനിയുടെ ഇവിടെ വരാനും ഇവിടെ ചിത്രം വരയ്ക്കാനും ഒക്കെ കഴിഞ്ഞ സന്തോഷം. പരിമല തിരുമേനി 54 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ജീവിച്ച വർഷങ്ങളല്ല, വർഷിച്ച ജീവിതമാണ് മഹത്തരം എന്ന് തെളിയിച്ച മഹാനായ തിരുമേനി. ഇത് കറുപ്പിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഏതായാലും പരിമല തിരുമേനിയുടെ ഒരു രേഖാചിത്രം ഞാനിവിടെ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നവംബർ 2 ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വിശുദ്ധനായി വാഴ്ത്തപ്പെട്ട അഭിവന്ദ്യ പരിമല തിരുമേനിയുടെ ചിത്രം ജൂലൈ 15 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിൻ്റെ ഒരു രേഖാചിത്രം കൂടി വരച്ചുകൊണ്ട്, രേഖാചിത്രം എന്ന് പറഞ്ഞാൽ അനേകം വരകളിട്ട് വരയ്ക്കുന്നതല്ല, വേഗവരയാണ്. വേഗവരയിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ പരിമല തിരുമേനിയെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു പുണ്യത്തെക്കാൾ വലിയ പുണ്യം വേറെ ആരെ വരച്ചാലും ഇല്ല. അതുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അലക്സ് മണപ്പുറം, അതുപോലെ ബഹുമാന്യരായ തിരുമേനിമാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് സമയക്കുറവുകൊണ്ട് വേഗത്തിൽ അങ്ങ് വരച്ചു പോവുകയാണ്. സത്യത്തിലൊരു 2-3 മിനിറ്റ് എടുത്ത് വരയ്ക്കേണ്ട ഒരു ചിത്രമാണ്. എത്ര സമയമെടുത്താലും അത് മതിയാവില്ല ഈ ചിത്രം വരച്ചാൽ. ഇവിടെ എല്ലാം കറുപ്പ് ബ്ലാക്ക് ഇടേണ്ടതാണ്, പക്ഷേ എല്ലാവർക്കും സമയക്കുറവുള്ളതുകൊണ്ട് എല്ലാം പ്രതീകാത്മകമായിട്ട് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, വേഗത്തിൽ അത് ചെയ്യുന്നില്ല. വളരെ സന്തോഷം അദ്ദേഹത്തിന്. നമുക്കെല്ലാം ജീവിതത്തിൽ പ്രഭ ചൊരിയാൻ തിരുമേനി കഴിയട്ടെ. ലൈറ്റ് മൈ ലൈറ്റ്, well filling light, eye kissing light, heart sweetening light, oh the light dances at the center of my life. Thank you very much indeed.